നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പൂർത്തീകരിച്ച് അതിൻ്റെ ഒരു പൊതു അനുഭവം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജ് നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കുമെന്നാണ് താഴെ തലത്തിൽ നിന്ന് വരുന്ന പൊതുവിവരങ്ങൾ സൂചിപ്പിക്കുന്നു. മികച്ചൊരു പോളിംഗ് നടന്നു. വലിയ തോതിലുള്ള മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും നിറഞ്ഞു നിന്നത് മഴയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് LDF സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് ദിവസവും മഴ വന്നും പോയി വരുന്നതാണ്. കാലാവസ്ഥയുടെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടുള്ളൊരു വോട്ടിംഗ് ശതമാനം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDF നടത്തിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചതിപ്രയോഗം പോലെയാണ്, ഒരു രാഷ്ട്രീയ ചതിപ്രയോഗമാണ് UDF നടത്തിയത്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഒരു നിയോജക മണ്ഡലം തിരഞ്ഞെടുത്ത് അവിടുത്തെ LDF പിന്തുണയോടുകൂടി ജയിച്ച സ്വതന്ത്രനെ രാജിവെപ്പിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സൃഷ്ടിക്കുകയാണ്. ഇത് രാഷ്ട്രീയത്തിലെ നേർവഴിയല്ല. അത് വലിയ ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ നടന്നു. കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതിയെ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മികച്ച അഭിപ്രായം ജനങ്ങൾക്കും ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെൻറ് കഴിഞ്ഞ 9 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ സബലീകരണമാണ് ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത്. പല പദ്ധതികളുടെയും പൂർത്തീകരണമാണ് നടക്കുക. ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള വലിയ സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന ഭരണനിർവഹണവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മൂന്നാമതും ഇടതുപക്ഷം എന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ആലോചിക്കാനാവില്ല, കേരളത്തിലെ പ്രതിലോമ ചേരിക്കും ആലോചിക്കാനാവില്ല. അതുകൊണ്ട് നേരിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ബലാബല പരിശോധന നടത്തുന്നതിന് മുമ്പായിട്ട് കൃത്രിമമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ നിലമ്പൂരിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നമ്മൾ കണ്ടത്. കേരളം ഇത്തരം രാഷ്ട്രീയ ചതിപ്രയോഗത്തിൻ്റെ കൂടെ നിൽക്കില്ല. എളുപ്പവഴിയിലൂടെ, കുറുക്ക് വിദ്യകളിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ നീക്കിക്കൊണ്ടുപോകാനുള്ള പരിശ്രമവും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നപ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യാൻ UDF നിർബന്ധിതമായി. പൊതുവിവാദങ്ങളെ രൂപപ്പെടുത്തി രാഷ്ട്രീയേതര വിഷയങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് വ്യാജ പൊതുബോധ നിർമ്മിതി എന്ന
UDF ലക്ഷ്യം ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഇവിടെ വിജയിച്ചില്ല. UDF തയ്യാറാക്കിയ അജണ്ടയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വേണം, അഭിപ്രായ രൂപീകരണം നടത്താൻ ജനങ്ങളെ നിർബന്ധിതമാക്കണം. ആ ഭാഗം തട്ടിപ്പോയി. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്താൽ LDF തന്നെയാണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളാണ് പരാജയപ്പെട്ടത്. അവർക്ക് വേണ്ടി രാജിവെച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പോലും ഒപ്പം നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അവരതാണല്ലോ പ്ലാൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF തയ്യാറാക്കിയ പ്ലാൻ അതിൽ തന്നെ ദുർബലപ്പെട്ടു. പിന്നെ UDFൻ്റെ ഒരു പതിവ് ചേരുവയുണ്ട്. രാഷ്ട്രീയ തിരിച്ചടികളെ അതിജീവിക്കാൻ, രാഷ്ട്രീയ പോരായ്മകളെ അതിജീവിക്കാൻ എല്ലാ വർഗീയതയുമായി സ്ഥിരമായി സന്ധി ചെയ്യുക എന്നുള്ളത് കേരളത്തിലെ UDF എക്കാലവും സ്വീകരിച്ചു പോന്ന ഒരു നിലപാടാണ്. പുതിയ പുതിയ വർഗീയ ശക്തികളെയും വർഗീയ ചേരിയെയും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന നിഗൂഢ പദ്ധതികളാണ് UDFൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മുടെ 2026 തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി UDF അത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്.